Hello friends, welcome back to my channel. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഏത്തപ്പഴം കൊണ്ടൊരു വിഭവമാണ്. നമ്മളുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഏത്തപ്പഴത്തിൻ്റെ ഒരു വിഭവം. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾക്ക് ഏത്തപ്പഴം നുറുക്കി വെച്ച് ചേർക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു മീഡിയം സൈസ് ഏത്തപ്പഴം 4 മുറിച്ചതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏത്തപ്പഴവും നെയ്യും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും നെയ്യ് എത്തുന്ന രീതിയിൽ ഏത്തപ്പഴം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 4 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. കുഴഞ്ഞ് പോകുന്നത് വരെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണ്ട. ചെറുതായിട്ട് ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വരുന്ന രീതിയാകുമ്പോഴേക്കും കളറൊക്കെ മാറി ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിതൊന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഏത്തപ്പഴം നെയ്യും കൂടെ വാട്ടിയെടുത്ത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. സെയിം പാൻ തന്നെ നമുക്കൊന്നും കൂടെ വെച്ചിട്ട് അതിലേക്ക് നമ്മൾക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് മെൽറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു പിടി തേങ്ങ ചിരക്കിയത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. തേങ്ങ നന്നായിട്ട് നെയ്യുമായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 4 ടീസ്പൂൺ പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത്തപ്പഴത്തിൻ്റെ മധുരം മാത്രം മതി എന്നാണെങ്കിൽ പഞ്ചസാര അവോയ്ഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും തേങ്ങയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു കൂട്ടുകൂടെ നമ്മളുടെ നേരത്തെ എടുത്തു വെച്ച ഏത്തപ്പഴത്തിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ സെയിം പാനിൽ നമുക്ക് ഒന്നുകൂടെ അടുപ്പത്തേക്ക് വെക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നീട് കശുവണ്ടി 4 മുറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വാൾനട്ട്സ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അതൊക്കെ എല്ലാം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. ആദ്യം തന്നെ നമ്മൾക്ക് കശുവണ്ടിയും വാൾനട്ടും കൂടെ ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാം. കശുവണ്ടിയും വാൾനട്ടും ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾക്ക് കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കിസ്മിസ് ചേർത്ത് കൊടുത്താലും മതി. കറുത്ത മുന്തിരിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും പഞ്ചസാരയും തേങ്ങയും കൂടി നെയ്യിൽ വാട്ടിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ എല്ലാ കൂട്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും നമ്മുടെ തേങ്ങയും ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എത്തുന്ന രീതിയിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് ഇപ്പോൾ യോജിച്ച് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റിയായ നമ്മുടെ ഏത്തപ്പഴം കൊണ്ടുള്ള വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ ഇപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ എപ്പോഴും ചെയ്യുന്നതിന് ഒരു വ്യത്യസ്തമായിട്ട് നമ്മൾക്ക് ഈ ഒരു ഡിഷൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.